ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റി പൂർണ്ണമായിട്ട് പറയുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. അപ്പം നമ്മൾ ഇതിനോടകം ഒട്ടനവധി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയുണ്ടല്ലോ, പ്ലേലിസ്റ്റ് നോക്കി വെച്ചാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇലുസ്ട്രേഷനകത്ത് ക്രോക്കി വരച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഇത് രണ്ടും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പം നമ്മൾ ഇനിയും ഈ വരച്ചിരിക്കുന്ന ക്രോക്കിയിൽ എങ്ങനെയാണ് നമ്മളൊരു ഡ്രസ്സ് വരച്ചെടുക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം ഡ്രസ്സ് വരയ്ക്കുന്നതിന് വേണ്ടിയുണ്ടല്ലോ, നമ്മൾ ആദ്യമേ ക്രോക്കി വരച്ച് വെക്കണം. മെയിലാണോ ഫീമെയിലാണോ നമുക്ക് ഡ്രസ്സ് വേണ്ടത് അതനുസരിച്ച് ക്രോക്കി വരച്ച് വെക്കുക. അപ്പം നമ്മൾ ഡ്രസ്സ് എങ്ങനത്തെയാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ ക്രോക്കിയും വരച്ച് വെക്കാൻ വേണ്ടി. അതായത് നമ്മളിപ്പം പാൻറ്റും ടോപ്പും പോണക്കത്തെയൊക്കെ ആണെങ്കിൽ ക്രോക്കി ഫുള്ളേ വരച്ച് വെക്കുക. ഇല്ല ഗൗൺ ആണെങ്കിൽ നമ്മൾക്ക് കൈയുടെ ഭാഗവും തലയും പിന്നെ കാലും ഇത്രയൊക്കെ വരച്ച് വെച്ചാൽ മതി. അപ്പം ഞാനിവിടെ ഒരു ഗൗണാണ് വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വേണ്ട ആദ്യമേ നമ്മൾ നെക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഏത് രീതിക്കാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നെക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേണ്ട ഇവിടെ നിന്നിങ്ങനെ സ്ലീവ്ലെസ് ടോപ്പ് ആണെങ്കിലുണ്ടല്ലോ, വേണ്ട ഇങ്ങനൊരു രീതിയിൽ കർവ് പോണക്ക് ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി വേണ്ട നമ്മൾ ഈ ഒരു ഏരിയയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ കൈ ഈ ഒരു രീതിക്ക് പോസ് ചെയ്തേക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഷേപ്പ് പോണക്ക് വരത്തിയേക്കുന്നത്. അപ്പുറത്തെ കൈയുടെ അവിടെ അത്രയ്ക്ക് ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ലേ. എന്നിട്ട് വേണ്ട അതിങ്ങനെ താഴോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ വരച്ച് പോകും. ഇപ്പം ഞാൻ വരയ്ക്കുന്ന ആ മോഡലിലെ ഡ്രസ്സ് ആയിരിക്കത്തില്ലല്ലോ നിങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ വരച്ച് പോകുക. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഗൗണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് വരയ്ക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെയുള്ളവർ ഒട്ടും വിഷമിക്കേണ്ട. നമ്മുടെ ക്രോക്കി ആദ്യമേ വരച്ച് വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ചെറിയ ഡ്രസ്സായിട്ട് വരച്ച് കൊടുത്ത് പോകുക. അതായത് ആദ്യമേ നമ്മൾ ബനിയൻ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബനിയൻ പോലെ കിടക്കുന്നതും എന്നിട്ട് പാൻറ്റും ആ ഒരു രീതിക്കൊക്കെ വരച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ നമ്മൾ നമ്മുടെ ഈ ഡ്രസ്സ് വരയ്ക്കുന്നത് ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വേണ്ട സ്റ്റെപ്പ് മോഡൽ ഗൗണൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വരച്ചതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ ഗൗൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൗണിലും അതുപോലെ സ്കേർട്ടിലും ഒക്കെ പ്ലേറ്റ് ആയിട്ടുള്ള എഫക്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ വേണ്ട ഈ ഒരു കർവ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഇങ്ങനെ മേളിലോട്ട് ലൈൻ വരച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിക്ക്. അപ്പോൾ അതൊരു പ്ലേറ്റിൻ്റെ എഫക്റ്റും കൊടുക്കുവേ. എന്നിട്ട് വേണ്ട നിങ്ങൾക്ക് ഇതിനകത്ത് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾക്ക് ഇനിയും വേസ്റ്റ് ബെൽറ്റൊക്കെ വേണമെങ്കിൽ ആ ഒരു രീതിക്ക് വേസ്റ്റ് ബെൽറ്റൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇതല്ലാതെ കൊണ്ട് നമുക്ക് ഡോട്ടോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇല്ലെങ്കിൽ മോട്ടിഫ് കൊടുക്കാനുണ്ടെങ്കിൽ മോട്ടിഫ് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു രീതിക്ക് ഒരു ഡ്രസ്സിൻ്റെ പാറ്റേൺ വരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഫ്ലവറോ മോട്ടിഫോ അങ്ങനെയുള്ള പ്രിൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇതിനകത്ത് കളറൊന്നും കൊടുക്കണ്ടെങ്കിൽ പെൻസിൽ കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുത്തേക്കണം. അപ്പം ഞാനിവിടെ ഉണ്ടല്ലോ ഇതിന് കളർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വേണ്ട പെൻസിലാണ് എടുത്തിരിക്കുന്നത്. പെൻസിൽ കൊണ്ടാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഞാൻ പെട്ടെന്നാണെങ്കിൽ വാങ്ങിച്ച ഒരു പെൻസിലായിരുന്നു ഇത്. കുറേ നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് നല്ല പെൻസിലൊന്നും കിട്ടിയില്ല. പക്ഷേ ഇതൊട്ടും കൊള്ളത്തില്ലാത്ത പെൻസിലാണ്. നമ്മൾ വെട്ടി പെൻസിൽ തീരുന്നതല്ലാതെ കൊണ്ട് ഇതിൻ്റെ ഇതുണ്ടല്ലോ നമുക്ക് കളർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. എല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് പോകുവാണ്. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ പെൻസിലൊക്കെ മേടിക്കുമ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് നോക്കി വേണം മേടിക്കാൻ. മാക്സിമം ചെറിയ കളറിലെ പെൻസിലൊക്കെ മേടിക്കാതിരിക്കുമായിരിക്കും നല്ലത്. ഇത് നമ്മൾ വെട്ടി ഫുള്ള് തീരുവെന്നല്ലാതെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞതാണ്. അപ്പം വേണ്ട ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 കളറാണ് കൊടുക്കുന്നത്. പിങ്കും സ്കൈ ബ്ലൂവും കൂടി ചേർത്ത് ഇടകലർത്തിയാണ് ഇവിടെ കളർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമേ പിങ്ക് കളറ് ആ യോക്കിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സ്കേർട്ടിലോട്ട് വരുമ്പോഴത്തേനും സ്കൈ ബ്ലൂ കളർ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ പിങ്ക്, അത് കഴിഞ്ഞിട്ട് സ്കൈ ബ്ലൂ. ഈ ഒരു രീതിക്ക് ഞാൻ ഇടകലർത്തിയാണ് കളർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കളർ അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൈയുടെ ഭാഗമൊക്കെ ഡ്രസ്സിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേലൊന്നും കയറ്റി കളർ അടിക്കരുത്. ആ ഒരു ഭാഗമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കളർ അടിക്കുക. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ കളറൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മളിപ്പം ലെങ്ത് വൈസിലാണ് കളർ അടിക്കുന്നതെങ്കിൽ ആ ഒരു രീതിക്ക് ഇപ്പം മേലോട്ടും താഴോട്ടും ആ ഒരു രീതിക്ക് തന്നെ അടിച്ചു പോകുക. അതിൻ്റെ ഇടയ്ക്ക് കയറ്റി ഉണ്ടല്ലോ നമ്മൾ ഈ വിത്ത് വേസ്റ്റായിട്ട് അടിക്കരുത്. അത് വൃത്തികേടായിരിക്കും. അപ്പം നമ്മൾ ഒരേ ദിശയിലോട്ട് തന്നെ, അതായത് താഴോട്ടും മേലോട്ടും അടിക്കുമ്പോഴത്തേനും അങ്ങനെ തന്നെ അടിക്കുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടാണ് അടിക്കുന്നതെങ്കിൽ ആ ഒരു രീതിക്ക് അടിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടാണ് ഷെയ്ഡിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ ഒരേ ദിശയിലോട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നേരെ നമ്മൾ ഡ്രസ്സിന് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടിനാണ് കളർ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ കളറുണ്ടല്ലോ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി വേണ്ട ഓറഞ്ചും യെല്ലോയും കൂടാണ് ഉപയോഗിക്കുന്നത്. ആദ്യമേ ഓറഞ്ച് കൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി യെല്ലോ കൊണ്ടൊന്ന് കൊടുക്കുവാണ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ അടിക്കുന്ന സമയത്ത് ഈ 2 കളറും കൂടി ഓവറായിട്ട് പോകാൻ തോന്നുവാണെങ്കിൽ നമുക്ക് എറേസറും കൊണ്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ ആ കറക്റ്റ് കളറിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഉണ്ടല്ലോ ചില ഓറഞ്ച് ആണെങ്കിൽ നല്ല നമ്മൾ ലൈറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കളർ കറക്റ്റായിട്ട് തന്നെ വരും. ചില ഓറഞ്ച് ഉണ്ടല്ലോ അങ്ങനെ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ ഓറഞ്ചും യെല്ലോയും കൂടി ആണെങ്കിൽ ഉപയോഗിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഓറഞ്ച് തന്നെ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഉണ്ടല്ലോ ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഓറഞ്ച് കണ്ടമാനം അങ്ങ് അതിൻ്റെ കളർ ആ ഓറഞ്ച് കളർ അതുപോണക്ക് വരുന്നത് പോണക്ക് ഷെയ്ഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ലൈറ്റായിട്ട് നമ്മൾ ആ പെൻസിലുണ്ടല്ലോ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്തേച്ചാൽ മതിയേ.
ഇനി ഹെയറിന് കളർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ആ കളർ പെൻസിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്കെച്ച് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് സ്കെച്ച് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഉണ്ടല്ലോ ആ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് നമ്മൾ ഈ ഔട്ട്ലൈനും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണേ. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. ഈ ഡ്രസ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്രോക്കി വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ക്രോക്കി വരച്ച് ഇതുപോണക്ക് പയ്യെ പയ്യെ നമ്മൾക്ക് നല്ല രീതിക്ക് തന്നെ ഡ്രസ്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.